മൂന്നാമത്തെ കാര്യം പറയും, ജ്ഞാനമുള്ള ആളുകളെ ആദരിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ വിവരവും അറിവുമുള്ള ആളുകളെ ബഹുമാനിക്കുക. അതും നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആദരിക്കുന്നതിന് തുല്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നിലൂടെ തന്നെക്കാൾ അറിവും ജ്ഞാനവുമുള്ള ആളുകൾ, അതുപോലെ തന്നെ വൃദ്ധരായ ആളുകൾ പോയാൽ അവരെ പ്രത്യേകം പരിഗണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാൻ ഉത്സാഹിച്ചിരുന്നു. എന്തെങ്കിലും ഒരു സഹായം, ഒരു വണ്ടിയിൽ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വയസ്സായ ഒരാളെ കൈപിടിച്ചു കൊടുക്കുക, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉത്സാഹിച്ചിരുന്നു. അതിൽ വലിയൊരു ബറക്കത്തുള്ളതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. ബറക്കത്തുണ്ടാവാൻ വേണ്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും രാവിലെ കാര്യങ്ങൾ ചെയ്യാം, ഏറ്റവും നേരത്തെ കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ഏറ്റവും ആദ്യത്തെ പ്രഭാതമാണ്. 10 മണി 9 മണിയുള്ള പ്രഭാതം സുബഹിയുടെ സമയത്തെക്കുറിച്ചാണ്. അല്ലാഹുവേ, നീ എൻ്റെ ഉമ്മത്തിന് പ്രത്യേകം ബറക്കത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു കച്ചവട സംഘം പോകുമ്പോൾ, ഒരു സൈന്യത്തെ റസൂലുള്ളാഹി നിയോഗിക്കുമ്പോൾ എല്ലാം സുബഹിക്ക് ഉടനെയാണ് നിയോഗിച്ചിരുന്നതെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സുബഹിയുടെ സമയത്ത് വലിയ പ്രത്യേക ബറക്കത്ത്. ഏത് കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം അതിലുണ്ട്. ഹിഫ്ള് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മെമ്മറി പവർ നമ്മുടെ സമയത്ത്, നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന, മൈൻഡിൽ നിൽക്കുന്ന ഒരു സമയമാണത്. എല്ലാത്തിനും ബറക്കത്തുള്ളൊരു സമയമാണ് ഏറ്റവും ആദ്യം ചെയ്യുക. മുസ്ലിം കച്ചവടക്കാരെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ, സുബഹി നിസ്കരിച്ചാൽ വേഗം കട തുറക്കും, ളുഹർ നിസ്കരിക്കുന്നതോട് കൂടി എന്ത് ചെയ്യും? കട അടക്കും. അങ്ങനെയായിരുന്നു ചരിത്രം. മാലിക് ദീനാറൊക്കെ വലിയ കച്ചവടക്കാരനായിരുന്നു. കേരളത്തിൽ അദ്ദേഹം കച്ചവടം ചെയ്ത് എങ്ങനെയാണ്, എത്ര സമയമാണ് ചെയ്തതെന്നൊക്കെ കേരളത്തിലെ ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു ബറക്കത്തുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, സത്യസന്ധമായ കച്ചവടക്കാരിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. സത്യസന്ധമായ നേരെ തിരിച്ചുണ്ട്. അതായത് ഒരു കച്ചവടക്കാരൻ സത്യസന്ധമായി ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അമിത വില ഈടാക്കുന്നു, അല്ലെങ്കിൽ അമിത ലാഭം ഈടാക്കുന്നു, കച്ചവടത്തിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ മറച്ചു വെക്കുന്നു, ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അതിൽ ബറക്കത്തില്ല. സത്യസന്ധനായ കച്ചവടക്കാരനും ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്ന ആൾക്കും അവർ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു കാര്യം വാങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് പറയാം, കച്ചവടക്കാരന് പറയുന്ന വില അദ്ദേഹത്തിന് പറയാം. രണ്ടാളും കച്ചവടം എഗ്രിമെന്റ് ചെയ്താൽ, എഗ്രി ആയാൽ, യോജിച്ചു കഴിഞ്ഞാൽ, ആ കച്ചവടം നടന്നാൽ, സത്യസന്ധനായ കച്ചവടം സത്യസന്ധനായ കസ്റ്റമറുമാണെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സത്യസന്ധമായ കച്ചവടക്കാരന്, ബിസിനസ്സുകാരന് അല്ലാഹു പ്രത്യേകം ബറക്കത്ത് ചെയ്യും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സുള്ള ആളുകൾക്ക് അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതേസമയം വമല്ലം ലാ യുബാരിക് ഫീ, അല്ലാഹ് നൽകിയതിൽ ഒരാൾക്ക് സംതൃപ്തി ഇല്ല എങ്കിൽ അയാൾക്കൊരിക്കലും അല്ലാഹു വർധനവ് നൽകില്ല. കാരണം ഗിനൻ നഫ്സ് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഒരു ചെറിയ പെട്ടിക്കടയാണെങ്കിലും അയാൾ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുന്നു. ഒരു നയാ പൈസ കടമില്ലാതെ ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന കടമില്ലാതെ ജീവിക്കുന്ന, കടമില്ലാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ. കടണ്ടായ ഞങ്ങൾ അഭിമാനത്തെ അത് ബാധിക്കുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്, കടമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്ന് എത്ര ചെറിയ ജോലിയായാലും അതിൽ സംതൃപ്തി ഉണ്ടാവുക. അതേസമയം വലിയ ബിസിനസ്സുകാരാണ്, പക്ഷേ എത്ര സ്ഥലത്താണ് പൈസ കൊടുക്കാറുള്ളത്. റോള് ചെയ്ത് ഇങ്ങനെ ഒപ്പിച്ച് നടക്കുന്ന കുറേ ആളുകൾ. അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് നൽകിയാലും അതിൽ തൃപ്തിപ്പെടുന്ന മനസ്സ് ആർക്കുണ്ടോ അവർക്ക് സമാധാനവും ബറക്കത്തും അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.